നമ്മൾ ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. മാസപ്പടി വിവാദത്തിൽ എക്സാലോജിക്കിനെ വെള്ളപൂശി CPM രേഖ. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന രേഖയിൽ പറയുന്നു. എന്നാൽ അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയമാണെന്നും അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും രേഖയിൽ വിമർശനമുണ്ട്. കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുകയാണെന്നും മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് തേജോവധം ചെയ്യുകയാണെന്ന കുറ്റപ്പെടുത്തലും രേഖയിലുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കാര്യങ്ങളിൽ ഇതുവരെ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഒരു പ്രതികരണം അതുതന്നെയാണ് ഈ CPM രേഖയിലുമുള്ളത്. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അതിന് വ്യക്തമായ കണക്കുകളുണ്ട്. ബാങ്കിലൂടെ നടന്ന ഇടപാടാണ്. ടാക്സ് അടച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായി കൊടുത്ത മറുപടിയാണോ, വിവരങ്ങളാണോ? എങ്ങനെയാണ് ഈ രേഖ ഈ ഇടപാടുകളെ ന്യായീകരിക്കുന്നത്? എക്സാലോജിക് വിവാദത്തിൽ, മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി മകൾക്കെതിരെ ആരോപണം വന്ന ആ തുടക്ക സമയത്ത് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി അസാധാരണമായി വാർത്താക്കുറിപ്പ് ഇറക്കി വീണ വിജയനെ പ്രതിരോധിച്ചിരുന്നു. പിന്നീട് നേതാക്കൾ ആ നിലപാട് ആവർത്തിച്ചു. ഇപ്പോൾ കീഴ്ഘടകങ്ങളിലേക്കും അതേ നിലപാട് പ്രചരിപ്പിക്കുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. അതായത് CPMന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാഗമായി സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ മണ്ഡലം തലങ്ങളിലും ശില്പശാലകൾ നടക്കുകയാണ്. പിന്നീട് താഴേക്ക് ബ്രാഞ്ച് തലം വരെ ആ ശില്പശാലകൾ നീളും. ഇപ്പോൾ മണ്ഡലം തലം, നിയമസഭാ മണ്ഡലം വരെ ഉള്ള ശില്പശാലകളിൽ നൽകിയ രേഖയിലാണ്, പാർട്ടി രേഖയിലാണ് എക്സാലോജിക് വിവാദത്തിൽ പൂർണ്ണമായും CMRLM അതുപോലെ തന്നെ എക്സാലോജിക്കിനെയും CPM ഔദ്യോഗികമായി ന്യായീകരിക്കുന്നത്. ആ രേഖയിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: സർക്കാരിൻ്റെ വികസനത്തിന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒത്തുതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന നിലപാടും അവർ സ്വീകരിച്ചു. പ്രതിപക്ഷത്തെയും മറ്റ് കേന്ദ്ര ഏജൻസികളെയും ഒക്കെയാണ് പറയുന്നത്. നേരത്തെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് അന്വേഷണം വന്നത്. പിന്നീട് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. ശരിയായ അന്വേഷണത്തിന് പകരം മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനുള്ള ശ്രമം ആ കേസിൽ ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പോഴും മറ്റ് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ശ്രമങ്ങൾ മുഖ്യമന്ത്രി തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അടുത്ത ഭാഗത്താണ് എക്സാലോജിക്ക് പേരെടുത്തു പറഞ്ഞ് തന്നെ എക്സാലോജിക്കിനെ വെള്ളപൂശാൻ CPM നേതൃത്വം രേഖയിൽ കൂടി ശ്രമിക്കുന്നത്. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക്ക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കമ്പനിക്ക് പോലും, അതായത് എക്സാലോജിക്കിനും അതുപോലെ തന്നെ CMRLനും പോലും പരാതി ഇല്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത്. ഇത് സംസ്ഥാനത്തെ വികസനം തടസ്സപ്പെടുത്താനുള്ള വിചിത്രമായ വാദവും ഈ രേഖയിൽ CPM ഉന്നയിക്കുന്നത്. അതായത് എക്സാലോജിക് ന്യായീകരിക്കുന്നത് മാത്രമല്ല, എക്സാലോജിക്കിനെതിരെയുള്ള കേസുകൾ, ആ പ്രചരണമൊക്കെ സംസ്ഥാനത്തെ വികസനത്തെ പോലും ബാധിക്കുന്ന ഒന്നാണ് എന്ന വാദമാണ്, അസാധാരണമായ വാദമാണ് CPM നേതൃത്വം ഉന്നയിക്കുന്നത്. ഈ രേഖ മണ്ഡലം തലം വരെയുള്ള ശില്പശാലകളിൽ ചർച്ചയ്ക്കെടുക്കും. അവിടെ നേതാക്കൾ സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പറയും. പലയിടത്തും അത്തരം ചർച്ചകൾ നടക്കുന്നു എന്നാൽ എല്ലായിടത്തും നേതാക്കൾ അത് പ്രസംഗിക്കുന്നുമില്ല. പക്ഷേ അതിനുശേഷം താഴോട്ട് ബ്രാഞ്ച് തലം വരെ അത്തരത്തിലുള്ള പ്രചരണം, എക്സാലോജിക്കിനെ വെള്ളപൂശി, CMRLനെ വെള്ളപൂശിയുള്ള CPM നേതൃത്വത്തിൻ്റെ ഈ നിലപാട് കീഴ്ഘടകങ്ങളിൽ വരെ ബോധ്യപ്പെടുത്താനും അവരെയും വിശ്വാസമെടുക്കാനുമാണ് CPMന്റെ ശ്രമം. അരുൺ, ഇക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ സ്വീകരിച്ച സമീപനമല്ല സ്വീകരിക്കുന്നത് എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇത്തരം വിശദീകരണങ്ങൾ വീണ്ടും നടക്കുന്നത്? ഇതിപ്പോൾ ഒന്നും മറയ്ക്കാനില്ല എന്ന് പറയുമ്പോൾ പോലും വീണ്ടും കോടതിയെ സമീപിച്ച കർണാടക ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. അക്കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഈ രേഖയിലുണ്ടോ? ഈ രണ്ട് പാരഗ്രാഫിൽ മാത്രമാണ് എക്സാലോജിക് വിവാദവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടന്നാക്രമണം, അദ്ദേഹം തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഒക്കെ ഉള്ളത്. നമുക്കറിയാം, ബിനീഷ് കോടിയേരിയുടെ വിഷയവും ബിനോയ് കോടി വിഷയവുമൊക്കെ രണ്ടാണ്. അതും ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയില്ല. അന്ന് പാർട്ടി അതിനെ പ്രതിരോധിക്കേണ്ട ആർക്കെതിരെയാണ് അവർ പ്രതിരോധിച്ചിട്ട് അത് സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ആ നിലപാടാണ് സ്വീകരിച്ചത്. ബിനീഷിനെതിരെ കേസുണ്ടെങ്കിൽ ബിനീഷ് അത് നേരിടട്ടെ, അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കേസ് വരുമ്പോൾ അങ്ങനെയല്ല CPM നേതൃത്വം നിലപാടെടുത്തത്.
പിണറായി വിജയൻ മൈനസ് മകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ കേസുകളിലൂടെ കേന്ദ്ര ഏജൻസികളും പ്രതിപക്ഷവും BJPയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനെയാണ് പ്രതിരോധിക്കുന്നത്. മകളുടെ പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് കയറാൻ വന്നാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചത്. ഇപ്പോൾ കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്താൻ, കീഴ്ഘടകങ്ങളിലെ പ്രവർത്തകർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ നടത്തിയ ഇടപെടലിലും ആ ഒരു സമീപനം തന്നെയാണ് CPM സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കമായി തന്നെ വീണ വിജയൻ്റെ ഈ കേസിനെ കാണാനാണ് ശ്രമം. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വളഞ്ഞ വഴി, എളുപ്പ വഴിയായാണ് CPM നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതിരോധം എല്ലാ തരത്തിലുമുള്ള പ്രതിരോധം വീണ വിജയനും അവരുടെ കമ്പനിക്കും കൂടി, എക്സാലോജിക്കും CMRL ന്യായീകരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഒരു ഇടപാടും തെറ്റായി അവർ നടത്തിയിട്ടുള്ള ഒരു വിശദീകരണമാണ് അത്. അത്തരം കേസുകൾ വരുന്നത് സംസ്ഥാന വികസനത്തെ പിന്നോട്ടടിക്കാനുള്ള വിചിത്ര ന്യായവാദമാണ് CPM അണികളെ ബോധ്യപ്പെടുത്താനായി ഈ രേഖയിലൂടെ ശ്രമിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.